വിയറ്റ്നാമിലെ വിമൻസ് മ്യൂസിയത്തിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1995 സെൻട്രൽ ഹാനോയിൽ നിർമ്മിച്ചതാണ് ഈ മ്യൂസിയം. വിയറ്റ്നാമിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികമായ ഏപ്രിൽ 30-നാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അതിൻ്റെ അലങ്കാരങ്ങളാണ് ഈ കാണുന്നത്. വിയറ്റ്നാമിൻ്റെ സാംസ്കാരിക സാമൂഹിക വികസനത്തിൽ സ്ത്രീകളുടെ പങ്ക് വ്യക്തമാക്കുന്നതാണ് ഈ മ്യൂസിയം. വിയറ്റ്നാമിൻ്റെ ചരിത്രത്തിൽ സ്ത്രീകളുടെ പങ്ക് നിസ്സാരമല്ല. പുരുഷന്മാർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ സ്ത്രീകളായിരുന്നു ആ നാട്ടിലെ പട്ടിണി മാറ്റിയത്. അവരുടെ വിയർപ്പ് കൊണ്ട്, അവരുടെ അധ്വാനം കൊണ്ടാണ് അവർ കുട്ടികളെ വളർത്തിയെടുത്തത്. ഈ മ്യൂസിയത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. 1 വിമൻ ഇൻ ഫാമിലി, 2 വിമൻ ഇൻ ഹിസ്റ്ററി, 3 വിമൻസ് ഫാഷൻ. വിവാഹ അവസരങ്ങളിൽ സ്ത്രീകൾ അണിഞ്ഞിരുന്ന വസ്ത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വിവിധ ഗോത്രങ്ങൾക്ക് വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങളും അലങ്കാരങ്ങളും ആണ് ഉണ്ടായിരുന്നത്. വിയറ്റ്നാമിൽ 85% ആൾക്കാർക്കും മതമില്ല എന്നറിയാമല്ലോ. ബാക്കി 15% മതമുള്ളൂ. എന്നാലും ഗോത്ര സംവിധാനം പണ്ടുള്ളത് കൊണ്ട് വിവിധ വേഷങ്ങളും അലങ്കാരങ്ങളും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അവരുടെ ഹാൻഡ്ലൂം വസ്ത്രങ്ങൾ, ഹാൻഡ്മെയ്ഡ് ആഭരണങ്ങൾ ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വിവിധ ഗാർഹിക ഉപകരണങ്ങൾ പണ്ടുപയോഗിച്ചിരുന്നത് ഒക്കെ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. വിയറ്റ്നാമിൻ്റെ വളർച്ച ശിശു സംരക്ഷണത്തിലും ശിശുപരിപാലനത്തിലും ഒക്കെ ആയിട്ട് ശിശുക്കളുടെ ആരോഗ്യത്തിൽ അവരും വളരെ മുന്നോട്ട് പോയതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ജെൻഡർ ഈക്വാലിറ്റി വിയറ്റ്നാമിൽ എത്രത്തോളം ഉണ്ട് എന്ന് വിളിച്ചറിയിക്കുന്നതാണ് ഈ മ്യൂസിയം.